ഹലോ വീവേഴ്സ്, നമുക്കിന്ന് ചോറിൻ്റെ കൂടെയും പിട്ടിൻ്റെ കൂടെയെല്ലാം കഴിക്കാൻ പറ്റിയ നല്ലൊരു ചെറുപയർ കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമാണെന്ന് വെച്ചാൽ ഞാൻ ഇങ്ങനെ കയ്യിൽ നിന്ന് 2 പിടി ചെറുപയർ എടുത്ത് ഒരു 3 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തെടുത്തിട്ട് കഴുകിയെടുത്ത് വെച്ചതാണിത്. പിന്നെ അതിലേക്ക് വേണ്ടത് ഒരു തക്കാളി വേണം, ഒരു സവാളയുടെ പകുതി ഇതേമാതിരി ചെറുതാക്കി നുറുക്കിയെടുത്ത് വേണം. പിന്നെ അതിലേക്ക് മുളക് പൊടി എരിവിനനുസരിച്ച് 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടി ഒരു 1/4 സ്പൂണ്, ഉപ്പ് ആവശ്യത്തിന്. പിന്നെ നാളികേരം ഒരു 4-5 സ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ ജീരകം വേണം, ഇത് അരയ്ക്കാനായിട്ടുള്ളതാണ്. പിന്നെ കരിവേപ്പിൻ്റെ ഇല വേണം. പിന്നെ കടുക് വറുക്കാനായിട്ട് കടുക് വേണം, വറ്റൽമുളക് വേണം. പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും വേണം. ഇത്ര സാധനങ്ങളാണ് വേണ്ടത്. ഇനി നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് മുമ്പ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി നമ്മളത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യം നമുക്കൊരു കുക്കർ അടുപ്പത്തേക്ക് വെച്ച് അതിലേക്ക് നമുക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കും. ഇനി അതിലേക്ക് നമുക്ക് ഈ ചെറുപയർ ഇട്ട് കൊടുക്കാം. അതിലേക്ക് നമുക്ക് ഈ സവാള ചെറുതാക്കി നുറുക്കിയതും ഇട്ട് കൊടുക്കാം. അതിലേക്ക് നമുക്ക് ഈ തക്കാളി നമുക്ക് നുറുക്കിയിട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ അതിലേക്ക് നമുക്ക് ഈ പച്ചമുളക് കീറിയിട്ടിട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് ഈ ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഒരു 1/2 ഗ്ലാസും കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊരു 2 വിസിൽ വരട്ടെ. അപ്പോഴേക്ക് നമുക്ക് ഈ നാളികേരം ജീരകം കൂടി നമുക്കൊന്ന് അരച്ചെടുക്കാം. കുക്കറിൽ ഞാൻ ഈ മുളക് പൊടി ഇടാൻ മറന്നു പോയാണെങ്കിൽ മുളക് പൊടി കൂടി നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ കുക്കറിൽ ഒരു 2 വിസിൽ വന്ന് തുറന്ന് നോക്കുമ്പോൾ അത് വെന്തിട്ടില്ല. അപ്പോൾ ഒരു വിസിലും കൂടി വന്നു. ഇനി നമുക്കിത് വെന്തോന്നും തുറന്ന് നോക്കാം. ഇപ്പോൾ ചെറുപയറെല്ലാം നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇനി എന്താ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിലേക്ക് ഈ നാളികേരം അരച്ചില്ലേ, നാളികേരം ജീരകം കൂടി അരച്ച് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇത് നല്ലപോലെ ഒന്ന് തിളയ്ക്കട്ടെ. അപ്പോൾ നാളികേരം ഒഴിച്ചിട്ട് നല്ലപോലെ തിളച്ച് കഴിഞ്ഞു. ഇനി ഇതിലേക്ക് നമുക്ക് 2 കരിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് കടുക് വറുത്തിടാം. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. കടുക് ഇട്ട് കൊടുക്കുക, വറ്റൽമുളക് ഇട്ട് കൊടുക്കുക. ഇതൊന്ന് പൊട്ടട്ടെ. കടുക് പൊട്ടിയിലേക്ക് കരിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കുക. ഇനി നമുക്കിത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പം നമ്മുടെ നല്ല ടേസ്റ്റുള്ള ചെറുപയർ കറി റെഡിയായി. ഇത് നമുക്ക് ചോറിൻ്റെ കൂടെ പിട്ടിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ. താങ്ക് യു.